പ്രേക്ഷകർ വിചാരിച്ചതുപോലെ ഒന്നുമല്ല പൃഥ്വിരാജ് ചെയ്തിരിക്കുന്നത്. പൃഥ്വിരാജ് കൊണ്ടുവരുന്ന ഓരോ കഥാപാത്രത്തിനും വ്യത്യസ്തമായ കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇത്തവണ പ്രേക്ഷകർ അനുമാനിച്ച കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് എത്തിയിരിക്കുന്നത്. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ആക്ഷൻ സിനിമയായ എമ്പുരാന്റെ ക്യാരക്ടർ റിവീലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വെറും 2 കഥാപാത്രങ്ങൾ കൂടിയേ ഉള്ളൂ വരാനായിട്ടുള്ളത്. അവർ അനൗൺസ് ചെയ്ത കഥാപാത്രങ്ങളിലെ അവസാനത്തെ ക്യാരക്ടർ പോസ്റ്ററുകളിൽ ഒന്നായ 3ാമത്തെ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിലെ 3ാമത്തെ ക്യാരക്ടർ പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടപ്പോൾ അതൊരു പുതിയ ക്യാരക്ടറാണ്. എമ്പുരാനിലെ ഏറ്റവും പുതിയ കഥാപാത്രം അഭിമന്യു സിംഗ് അവതരിപ്പിക്കുന്ന ബൽരാജ് എന്ന കഥാപാത്രത്തിന്റെ പോസ്റ്ററാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ പ്രേക്ഷകർക്ക് ഒരുവിധം അറിയാവുന്ന കഥാപാത്രം തന്നെയാണ് അഭിമന്യു സിംഗ് അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രങ്ങളൊക്കെ. കൊടൂര വില്ലനായി പല സിനിമകളിലും അദ്ദേഹം പല വമ്പൻ നായകരുടെയും ഒപ്പം വില്ലനായി എത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ മോഹൻലാലിനും വില്ലനാകുന്നു. പക്ഷേ മോഹൻലാലിന് വില്ലനാകുമ്പോൾ ആർക്കാണ് വില്ലനാകുന്നത് എന്ന ചോദ്യം അവിടെ തുടങ്ങുകയാണ്. അപ്പോൾ പ്രേക്ഷകർ അനുമാനത്തിലെത്തി. ഖുറേഷിയുടെ വില്ലനല്ല, ഇത് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ വില്ലനാണ്. അത് പറയാൻ കാരണം ക്യാരക്ടർ പോസ്റ്റർ റിവീൽ ചെയ്തപ്പോൾ ഇതേ തോക്ക് പിടിച്ച് ഒരു കഥാപാത്രത്തെ നമ്മൾ ടീസറിൽ കണ്ടിരുന്നു. അന്ന് എല്ലാവരും ചോദിച്ചത് ഇതാരാണ് എന്നതാണ്. അതിപ്പോൾ ഉറപ്പായി ബൽരാജ് എന്ന കഥാപാത്രമാണ് ഇതെന്ന്. പിന്നൊരു കാര്യം, ബാക്കിൽ തീയൊക്കെ കാണിച്ചിരിക്കുന്നത് ലാസ്റ്റ് സ്റ്റീഫൻ വരുന്ന സമയത്തുണ്ടാകുന്ന സംഭവങ്ങളല്ലേ. സ്റ്റീഫനുള്ള എതിരാളിയാണ് ബൽരാജ് എന്ന ഈ കഥാപാത്രം എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ സ്റ്റീഫന്റെ ഉഗ്രൻ ഫൈറ്റ് ബൽരാജിനൊപ്പം ആയിരിക്കും എന്നതാണ് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ അഭിമന്യു സിംഗ് പറയുന്നത് ബൽരാജ് എന്ന കഥാപാത്രത്തിന് വലിയ ലെയറുകളുണ്ട്, അതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നതൊക്കെയാണ്. അപ്പോഴാണ് സായിദ് മസൂദ് ബാക്ക് സ്റ്റോറി പാർട്ടിലെ വില്ലൻ കഥാപാത്രമാകും എന്നാണ് പേരും ലുക്കും ഒക്കെ കണ്ടിട്ട് തോന്നുന്നത് എന്ന് പ്രേക്ഷകർ പറയുന്നത്. അഭിമന്യു സിംഗ് വില്ലൻ കാസ്റ്റിംഗിൽ കിടിലനാണെന്നതിൽ സംശയമില്ല. പക്ഷേ എന്തായാലും അബ്രഹാം ഖുറേഷിക്ക് പറ്റിയ ആളല്ല എന്നുകൂടി അവർ പറയുന്നു. ഖുറേഷിയുടെ വില്ലൻ ആരാണെന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. അത് ഇപ്പോഴും ഒരു മിസ്റ്ററി ആയിട്ട് തന്നെ തുടരുകയാണ്. ഇതുവരെ കാണിച്ചു വെച്ച സസ്പെൻസുകളൊക്കെ പൊളിക്കുന്ന ക്യാരക്ടർ റിവീൽ ഉണ്ടാകുമെന്ന് വിചാരിച്ചെങ്കിലും ഖുറേഷിയുടെ വില്ലനെ ഇതുവരെയും അവതരിപ്പിച്ചിട്ടില്ല. കബൂഗയൊക്കെ വന്നു. ഇനി അതിനും മുകളിൽ നിൽക്കുന്ന ഒരു വില്ലനുണ്ട്, അതാണ് ആ ഡ്രാഗൺ സിംബലുള്ള ആൾ. പക്ഷേ അയാളെ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. അത് റിവീൽ ചെയ്യുകയും ചെയ്യുകയില്ല എന്നുറപ്പാണ്. കാരണം അത് സസ്പെൻസോടുകൂടി വളരെ ഞെട്ടലോടുകൂടി നമ്മൾ സിനിമയിൽ കാണേണ്ടതാണ്, അതും ക്ലൈമാക്സ് ഭാഗത്ത്. അങ്ങനെയാണെങ്കിൽ ഒരു തീപ്പൊരി ഐറ്റം തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. സിനിമയിൽ സർപ്രൈസ് കാസ്റ്റിംഗ് ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. ലൂസിഫറിൽ അബ്രഹാം ഖുറേഷി എന്ന 50 സെക്കൻഡ് ലാലേട്ടന്റെ സർപ്രൈസ് ലുക്ക് എൻട്രി ആ സിനിമയ്ക്ക് തിയേറ്ററിൽ നൽകിയ മൈലേജ് എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായും ചില സർപ്രൈസുകൾ L2E-യിലും ഉറപ്പ്. അത് തിയേറ്ററിൽ FTFS-ൽ ലഭിക്കട്ടെ എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ പറച്ചിലും. എന്തായാലും ഇന്ന് അവതരിപ്പിച്ച അഭിമന്യു സിംഗിന്റെ ബൽരാജ് എന്ന കഥാപാത്രത്തിന് പല രീതിയിലുള്ള അനുമാനങ്ങൾ പ്രേക്ഷകർ പറയുകയാണ്. അഭിമന്യു സിംഗ്, വിജയ്, രജനികാന്ത് തുടങ്ങിയവരുടെ സിനിമകളിൽ ശ്രദ്ധേയമായ വില്ലൻ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള നടനാണ്. രാകേഷ് ഓംപ്രകാശ് മെഹ്റ സംവിധാനം ചെയ്ത ആക്സ് എന്ന ചിത്രത്തിലൂടെയാണ് അഭിമന്യു സിംഗ് അഭിനയ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്ത 2009-ലെ ഗുലാൽ എന്ന ചിത്രത്തിലായിരുന്നു അദ്ദേഹം ഇന്ത്യൻ സിനിമാ പ്രേമികൾക്കിടയിൽ ശ്രദ്ധേയനാകുന്നത്. രക്തചരിത്രയിലെ ബുക്കാ റെഡ്ഡി, വിജയുടെ വേലായുധം എന്ന സിനിമയിലെ മുസാഫിർ ഇബ്രാഹിം, തലൈവയിലെ ഭീമാബായി, രജനീകാന്തിന്റെ അണ്ണാത്തയിലെ മനോജ് പരീക്കർ തുടങ്ങിയവയാണ് അഭിമന്യു സിംഗിന്റെ ശ്രദ്ധേയ കഥാപാത്രങ്ങൾ. അങ്ങനെ സസ്പെൻസുകളുടെ കാത്തിരിപ്പ് ഇനിയും നീളുകയാണ്. എമ്പുരാനിലെ ആ ഗംഭീര കഥാപാത്രം ഇനിയുമുണ്ട്, ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഇനി വരാനുള്ളത് 2 കഥാപാത്രങ്ങളാണ്. അത് സായിദ് മസൂദും ഖുറേഷി അബ്രഹാമും തന്നെ. അത് 2 ആയിരിക്കും എത്തുക. ഇനി അതുകൂടാതെ മറ്റേതെങ്കിലും കഥാപാത്രങ്ങളെ ആവുമോ നാളെ കാണിക്കാൻ പോകുന്നത് എന്നൊരു കാര്യം കൂടി നിലനിൽക്കുന്നു. എന്തായാലും സസ്പെൻസുകൾക്ക് ഒട്ടും പഞ്ഞമില്ല, ഇനിയും കാത്തിരിക്കേണ്ടി വരും.